ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് അപ്കമിങ് GD എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഒന്ന് നോക്കിയാലോ. ഈ അടുത്ത് നടന്ന SSC എക്സാംസിൻ്റെ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അപ്കമിങ് GD എക്സാംസിന് നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സത്രിയ ഈസ് ദ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് സത്രിയ എന്ന് പറയുന്നത്? ആസാമിൻ്റെ ആണ് കേട്ടോ. എവിടത്തെയാണ്? ആസാം സ്റ്റേറ്റിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് സത്രിയ എന്ന് പറയുന്നത്. ആൻഡ് ഈ സത്രിയ ഡാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ശ്രീമന്ത ശങ്കരദേവ. ആരാണ്? ശ്രീമന്ത ശങ്കരദേവയാണ് ഈ സത്രിയ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ശ്രീമന്ത ശങ്കരദേവ എന്ന് പറയുന്നത് ഇസ് എ വൈഷ്ണവൈറ്റ്. ആരാണ്? ഇസ് എ വൈഷ്ണവൈറ്റ് സെയിന്റ് ആണ്. ഓക്കെ, ആസാമിലെ വൈഷ്ണവൈറ്റ് സെയിന്റ് ആണ് ആര്? ശ്രീമന്ത ശങ്കരദേവ എന്ന് പറയുന്നത്. ആൻഡ് പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡാൻസ് ഫോം ആണ് ഇത് സത്രിയ. ആൻഡ് ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ക്ലാസിക്കൽ ഡാൻസ്. നമുക്ക് ടോട്ടൽ എത്ര ക്ലാസിക്കൽ ഡാൻസസ് ഉണ്ട്? 8 ക്ലാസിക്കൽ ഡാൻസസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് ആസാമിന്റെ സത്രിയ എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ ഡാൻസിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ്? സംഗീത് നാടക് അക്കാഡമി. ആരാണ്? സംഗീത് നാടക് അക്കാഡമിയാണ്. സംഗീത് നാടക് അക്കാഡമിയാണ്. ആൻഡ് സംഗീത് നാടക് അക്കാഡമി 2000-ലാണ് സത്രിയെ, ഏത് ഇയറിലാണ്? 2000-ലാണ് സത്രിയെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹീസ് എ വൈഷ്ണവൈറ്റ് സെയിന്റ്. ആൻഡ് നമുക്ക് ഈ 8 ക്ലാസിക്കൽ ഡാൻസസ്, സംഗീത നാടക അക്കാഡമി റെക്കഗ്നൈസ് ചെയ്ത 8 ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യയും അവരുടെ സ്റ്റേറ്റ്സും ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഭരതനാട്യം. നമുക്കറിയാം ഭരതനാട്യം എവിടത്തെയാണ്? ഭരതനാട്യം തമിഴ്നാടുവിൻ്റെയാണ്. ഏത് സ്റ്റേറ്റിൻ്റെയാണ് ഭരതനാട്യം? തമിഴ്നാടുവിൻ്റെയാണ്. കേരളത്തിൻ്റെ ഏതാണ്? മോഹിനിയാട്ടം. ഓക്കെ, കേരളത്തിൻ്റെ ഏതാണ്? മോഹിനിയാട്ടമാണ്. ആൻഡ് ഭരതനാട്യം തമിഴ്നാടുവിൻ്റെയാണ്. ദെൻ കംസ് കഥക്. ഓക്കെ, കഥക് എവിടത്തെയാണ്? UP. ഓക്കെ, കഥക് എവിടത്തെയാണ്? UP-യിലാണ്. ആൻഡ് കഥകളി കേരളത്തിൽ നിന്നാണ് 2 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. ഓക്കെ, കേരളത്തിൽ നിന്നിട്ട് നമുക്ക് 2 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് സംഗീത നാടക അക്കാഡമി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഇസ് കഥകളി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മോഹിനിയാട്ടം. ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും. ഇത് രണ്ടും കേരളത്തിൽ നിന്നിട്ടും ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് സംഗീത നാടക അക്കാഡമി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കുച്ചിപ്പുടി. കുച്ചിപ്പുടി നമുക്കറിയാം എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ദെൻ ഒഡീസി, മണിപ്പൂരി ആൻഡ് സത്രിയ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ആസാമാണ്. ഓക്കെ, അപ്പോൾ ഈ 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസും അവരുടെ സ്റ്റേറ്റ്സും ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ആൻഡ് നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം. കഥകളി ഈസ് നോൺ ആസ് ദ മാസ്ക് ഡാൻസ്. എന്താണ് മാസ്ക് ഡാൻസ് എന്നറിയപ്പെടുന്നത്? ഏതാണ്? കഥകളിയാണ്. ഓക്കെ, കഥകളി ഈസ് നോൺ ആസ് ദ മാസ്ക് ഡാൻസ്. കഥകളി എവിടെയാണ്? കേരളത്തിൻ്റെയാണ്. ഇറ്റ്സ് നോൺ ആസ് മാസ്ക് ഡാൻസ്. ഓക്കെ, നാട്യശാസ്ത്ര കമ്പോസ് ചെയ്തത് ആരാണ്? ഭരതമുനിയാണ്. ഓക്കെ, നാട്യശാസ്ത്ര ഈസ് നോൺ ആസ് ദ 5th വേദ. ഓക്കെ, 5th വേദ എന്നറിയപ്പെടുന്നത് ഏതാണ്? നാട്യശാസ്ത്രയാണ്. ആൻഡ് ഈ നാട്യശാസ്ത്ര കമ്പോസ് ചെയ്തത് ആരാണ്? ഭരതമുനിയാണ്. ഓക്കെ, ഈ നാട്യശാസ്ത്ര കമ്പോസ് ചെയ്തത് ആരാണ്? ഭരതമുനിയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിക്കിർസ് ഈസ് ദ ഫേമസ് ഫോക്ക് മ്യൂസിക് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിന്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് മ്യൂസിക് ആണ് സിക്കിർസ് എന്ന് പറയുന്നത്? അതും ആസാമിന്റെ തന്നെയാണ്. അപ്പൊ സത്രിയ എവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആയിരുന്നു? ആസാമിന്റെ ആണ്. ആൻഡ് സിക്കിർസ് എവിടുത്തെ ഫോക്ക് മ്യൂസിക് ആണ്? അതും ആസാമിന്റെ തന്നെയാണ്. ആൻഡ് ഈ സിക്കിർസ് കമ്പോസ് ചെയ്തത് ആരാണ്? അജാൻ ഫക്കീർ. ആരാണ്? അജാൻ ഫക്കീർ ആണ് സിക്കിർസ് കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DPSP ഈസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ടാണ് DPSP? DPSP എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അറിയാലോ, DPSP എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തത്? അയർലൻഡിൻ്റെയാണ്. ഓക്കെ, ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP ബോറോ ചെയ്യുന്നത്? അയർലൻഡിൻ്റെയാണ്. ആൻഡ് ഈ DPSP നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് പാർട്ടിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് പാർട്ടിലാണ്? പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രം ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്? ഫ്രം ആർട്ടിക്കിൾ 36 to 51. ഓക്കെ, അപ്പോൾ DPSP കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4-ലെ ആർട്ടിക്കിൾ 36 to 51-ലാണ് DPSP മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ ആണ്. ഓക്കെ, ഇത് ഹനിക്കപ്പെട്ടു എന്ന് വെച്ചിട്ട് നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റില്ല. ഓക്കെ, അതാണ് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ. ഏതാണ്? DPSP. അപ്പോൾ DPSP ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്? അയർലൻഡിൻ്റെയാണ്. ഓക്കെ, അയർലൻഡിൽ നിന്നാണ് DPSP നമ്മൾ ബോറോ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോറോ ചെയ്തത്? അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ബോറോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻ ചെയ്തേക്കുന്നത് ഏത് പാർട്ടിലാണ്? പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
ഇപ്പോൾ പാർട്ട് 3 കഴിഞ്ഞ് പാർട്ട് 4ലാണ് എന്ത് DPSP വരുന്നത്. ആൻഡ് പാർട്ട് 3ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് പാർട്ട് 3ലാണ്. ആൻഡ് അതിൻ്റെ ആർട്ടിക്കിൾസ് നോക്കി വയ്ക്കുക. ആർട്ടിക്കിൾ 12 to 35. ഓക്കെ, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്? ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഒറിജിനലി നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം അതിൽ ഒരെണ്ണം ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റുകയും അതൊരു ലീഗൽ റൈറ്റ് ആയി. ഇപ്പോൾ ഓക്കെ, എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ് റൈറ്റ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ടോട്ടലി 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 300A. ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 300Aയിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? നമുക്കറിയാം സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. റൈറ്റ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേറ്റിലാണ്? ഇറ്റ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സുന്ദർബൻസ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ആൻഡ് ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇയർ നോക്കിയേ 1987. ഓക്കെ, സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. ആൻഡ് ഇറ്റ്സ് ഫേമസ് ഫോർ റോയൽ ബംഗാൾ ടൈഗേഴ്സ്. ഓക്കെ, റോയൽ ബംഗാൾ ടൈഗേഴ്സിനാണ് സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് ഫേമസ് ആയിരിക്കുന്നത്. എന്തിനാണ്? റോയൽ ബംഗാൾ ടൈഗേഴ്സിനാണ്. ഓക്കെ, ആൻഡ് ഇന്ത്യയിൽ നമുക്ക് ടോട്ടലി 18 ബയോസ്ഫിയർ റിസർവ്സ് ആണ്. ഓക്കെ, എത്രയാണ്? 18 ബയോസ്ഫിയർ റിസർവ്സ് ആണ് ഉള്ളത്. അതിൽ 12 എണ്ണവും നമുക്ക് യുനെസ്കോ സൈറ്റ്സ് ആണ്. എന്താണ്? 12 എണ്ണവും യുനെസ്കോ സൈറ്റ്സ് ആണ്. നമുക്ക് നോക്കാം 12 എണ്ണവും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 12 എണ്ണം നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് GDK ഒക്കെ ഡെഫിനറ്റ്ലി ചോദിക്കാനായിട്ട് എന്തായാലും ചാൻസ് നല്ലോണം ഉണ്ട്. കാര്യം ഇത് യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ബയോസ്ഫിയർ റിസർവ്സ് ആണ്. അപ്പോൾ ഈ 12 എണ്ണവും അവരുടെ സ്റ്റേറ്റ്സും. ഓക്കെ, അവരുടെ സ്റ്റേറ്റ്സും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിൽഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ആക്ച്വലി നിൽഗിരി ബയോസ്ഫിയർ റിസർവ് വരുന്നത് തമിഴ്നാടുവിലാണ്. ഓക്കെ, തമിഴ്നാടുവിലാണ്. പക്ഷേ കേരളത്തിലും കർണാടകയിലും അതിൻ്റെ പാർട്സ് ഉണ്ട്. ഓക്കെ, കേരളത്തിലും കർണാടകയിലും അതുണ്ട്. അതുകൊണ്ട് തന്നെ നിൽഗിരി ബയോസ്ഫിയർ റിസർവ് ഈ 3 സ്റ്റേറ്റും കൂടി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എവിടേക്കാണ്? തമിഴ്നാടു, കേരള ആൻഡ് കർണാടക. എവിടേക്കാണ് നിൽഗിരി ബയോസ്ഫിയർ റിസർവ് വരുന്നത്? തമിഴ്നാടു, കേരള ആൻഡ് കർണാടക. ദെൻ നന്ദാദേവി. നന്ദാദേവി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഏറ്റവും ചോദിച്ചിട്ടുള്ള, ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് നന്ദാദേവിയെ പറ്റി. അപ്പം നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് എവിടത്തെയാണ്? ഉത്തരാഖണ്ഡിൻ്റെയാണ്. ദെൻ നൊക്രേക്ക്. നൊക്രേക്ക് എവിടത്തെയാണ്? മേഘാലയ. നൊക്രേക്ക് എവിടത്തെയാണ്? മേഘാലയാണ്. ഗൾഫ് ഓഫ് മാന്നാർ എഗെയിൻ തമിഴ്നാടു. ഗൾഫ് ഓഫ് മാന്നാർ എവിടത്തെയാണ്? തമിഴ്നാടു. ഓക്കെ, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടു. അപ്പം നിൽഗിരിയും തമിഴ്നാടുമാണ്. ദെൻ ഗൾഫ് ഓഫ് മാന്നാറും തമിഴ്നാടുമാണ്. ദെൻ സുന്ദർബൻസ് നമ്മളിപ്പോൾ പഠിച്ചു, വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളാണ്. ദെൻ ആസാമിലെ ബയോസ്ഫിയർ റിസർവ് ആണ് മാനസ്. ഏത്? മാനസ് എവിടത്തെയാണ്? ആസാമിൻ്റെ ബയോസ്ഫിയർ റിസർവ് ആണ്. ദെൻ സിംപ്ലിപാൽ. ഓക്കെ, സിംപ്ലിപാൽ ഒഡീഷ. അത് നമുക്ക് ഒരുപാട് ചോദിക്കുന്നതാണ്. സിംപ്ലിപാൽ എവിടത്തെയാണ്? സിംപ്ലിപാൽ എവിടത്തെയാണ്? ഒഡീഷ. ഓക്കെ, കുറച്ച് സിമ്പിൾ ആൾക്കാരാണെന്ന് ഓർത്താൽ മതി. ഒഡീഷയിലെ ആൾക്കാർ കുറച്ച് സിമ്പിളാണ്. ഓക്കെ, സോ സിംപ്ലിപാൽ ബയോസ്ഫിയർ റിസർവ് എവിടത്തെയാണ് വരുന്നത്? ഒഡീഷയാണ്. ദെൻ പച്മർഹി എവിടത്തെയാണ്? മധ്യപ്രദേശിൻ്റെയാണ്. പച്മർഹി മധ്യപ്രദേശ്. ഓക്കെ, അമർകാന്തക്ക് എവിടത്തെയാണ്? അമർകാന്തക്കും മധ്യപ്രദേശിൻ്റെയാണ്. ഓക്കെ, അമർകാന്തക്ക് എവിടത്തെയാണ്? അമർകാന്തക്കും മധ്യപ്രദേശിൻ്റെയാണ്. അപ്പം പച്മർഹി മധ്യപ്രദേശിൻ്റെയാണ്. ആൻഡ് ദെൻ അമർകാന്തക്കും മധ്യപ്രദേശിൻ്റെയാണ്. ആൻഡ് അച്ചാനക്മർ എവിടത്തെയാണ്? ഛത്തീസ്ഗഡ്. അച്ചാനക്മർ അച്ചാച്ച ഓർത്താൽ മതി. ഓക്കെ, അച്ചാനക്മർ ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, അച്ചാനക്മർ എവിടത്തെയാണ്? ഛത്തീസ്ഗഡിൻ്റെയാണ്. ദെൻ ഗ്രേറ്റ് നിക്കോബാർ നമുക്കറിയാം ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെയാണ്. ദെൻ അഗസ്ത്യമല നമ്മുടെ കേരളത്തിൻ്റെയാണ്. ഓക്കെ, അഗസ്ത്യമല എവിടത്തെയാണ്? കേരളത്തിൻ്റെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പാർട്സ് തമിഴ്നാടും ഉണ്ട്. സോ കേരള ആൻഡ് തമിഴ്നാടു. എവിടത്തെയാണ് അഗസ്ത്യമല? കേരള ആൻഡ് തമിഴ്നാടു. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് കങ്ചൻസോങ്ക എവിടത്തെയാണ്? സിക്കിമിൻ്റെയാണ്. ഓക്കെ, കങ്ചൻസോങ്ക എവിടത്തെയാണ്? സിക്കിമിൻ്റെയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് റിലേറ്റഡ് ഫാക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് നിൽഗിരിയാണ്. ഓക്കെ, ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നിൽഗിരിയാണ്. അതിൻ്റെ ഇയർ നമ്മൾ നോക്കി വെക്കണം. ഏതാണ്? 1986. ഏത് ഇയറിലാണ്? 1986ലാണ് നിൽഗിരി ബയോസ്ഫിയർ റിസർവ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1986. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി FRBM ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് ഇയറിലാണ് FRBM ആക്ട് പാസ് ചെയ്യുന്നത്? ഏത് ഇയറിലാണ്? FRBM ആക്ട് എന്താണ്? FRBM സ്റ്റാൻഡ്സ് ഫോർ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. എന്താണ്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഏകദേശം എയിമൊക്കെ എന്താണെന്ന് അല്ലേ? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ്. ഈ ആക്ട് പാസ് ചെയ്ത ഇയർ ഏതാണ്? 2003. ഓക്കെ, 2003ലാണ് FRBM ആക്ട് പാസ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 2003ലാണ്. ബട്ട് ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഓൺ, ഇത് പാസ് ചെയ്യുന്ന ഇയറാണ്, ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഓൺ
ജൂലൈ 5 2004 ജൂലൈ 5 FRBM ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഇയറിലാണ് 2004 ഓഫ് ജൂലൈ 5. ഓക്കെ സോ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് എൻഷുർ ഫിസിക്കൽ ഡിസിപ്ലിൻ. ഓക്കെ, ഫിസിക്കൽ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യാനും അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനുമാണ് FRBM ആക്ട് വരുന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഡെബിറ്റും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുക, ബോറോയിങ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിരുന്നു എൻ്റെ ഒബ്ജക്റ്റീവ്, FRBMന്റെ ഒബ്ജക്റ്റീവ്. ആൻഡ് FRBM റിവ്യൂ കമ്മിറ്റി, ഓക്കെ, 2017 ഒരു FRBM റിവ്യൂ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഹെഡഡ് ബൈ NK സിംഗ്. ആരാണ്? NK സിംഗ്. FRBMന്റെ റിവ്യൂ കമ്മിറ്റി 2017 വന്ന FRBMന്റെ റിവ്യൂ കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്ന ആരാണ്? NK സിംഗ് ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ ആണ് കേട്ടോ. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ഫാദർ ആരാണെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ജെയിംസ് വിൽസൺ. പുള്ളിക്കാരൻ ആക്ച്വലി ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്. ആൻഡ് ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ്. ഓക്കെ, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് വിൽസൺ ആണ്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് ആയത്? പുള്ളിയാണ് ഫസ്റ്റ് ടൈം ഇന്ത്യൻ ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ബഡ്ജറ്റ് ഏത് ഇയറിൽ? 1860 ഫോർ ദി ഫസ്റ്റ് ടൈം ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. Therefore he is known as the father of Indian budget. And ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ആരാണ്? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എന്നാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് RK ഷൺമുഖ ചെട്ടിയാണ്. ആരാണ്? RK ഷൺമുഖ ചെട്ടിയാണ്. ഏത് ഇയറിലാണ്? 1947. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ബഡ്ജറ്റ് ഫസ്റ്റ് ടൈം പ്രസന്റ് ചെയ്യുന്നത് ആരാണ്? RK ഷൺമുഖ ചെട്ടിയാണ്. ഇൻ വിച്ച് ഇയർ? 1947. ഏത് ഇയറിലാണ്? 1947. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് is which Indian state was the first to benefit from Green Revolution? ഗ്രീൻ റെവല്യൂഷൻ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബാണ്. ഓക്കെ, പഞ്ചാബിനാണ് ഗ്രീൻ റെവല്യൂഷൻ വഴി ഫസ്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഏത് സ്റ്റേറ്റിനാണ്? പഞ്ചാബിനാണ്. നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ ബിഗാൻ ചെയ്ത ഇയർ ഏതാണ്? 1965. ഓക്കെ, 65-66 ഈ ഒരു ഇയറിലാണ് ഗ്രീൻ റെവല്യൂഷൻ ബിഗാൻ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റാണ്? പഞ്ചാബാണ്. ഓക്കെ, നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം. ഗ്രീൻ റെവല്യൂഷൻ എന്ന ടേം കോയിൻ ചെയ്യുന്നത് ആരാണ്? ഗ്രീൻ റെവല്യൂഷൻ എന്ന ടേം ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്യുന്നത് ആരാണ്? വില്യം എസ് ഗോഡ്. ആരാണ്? വില്യം എസ് ഗോഡ് ആണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ്? വില്യം എസ് ഗോഡ് ആണ്. ആൻഡ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വേൾഡിൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ്. ആരാണ്? നോർമൻ ബോർലോഗ് ആണ് വേൾഡിലെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. പക്ഷേ ഇന്ത്യയുടെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ആരാണ്? ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. എന്നാൽ വേൾഡിലെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് MS സ്വാമിനാഥനാണ് എന്ത്? ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് HYV എന്ന് പറയുന്ന ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ആൻഡ് ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ആൻഡ് ഇറ്റ് വാസ് എന്താണ്? ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ടൈമാണ്. ബൈ ഹൂം? ബൈ MS സ്വാമിനാഥനാണ്. ആൻഡ് ദ മേജർ ക്രോപ്സ്, നമ്മുടെ മേജർ ക്രോപ്സ് ഈ ഗ്രീൻ റെവല്യൂഷനിൽ ഏതൊക്കെയായിരുന്നു? വീറ്റ് ആൻഡ് റൈസ്. ഏതൊക്കെയായിരുന്നു? വീറ്റും റൈസും. ഏതൊക്കെയാണ്? വീറ്റ് ആൻഡ് റൈസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഫൗണ്ടഡ് ദ മറാത്ത എംപയർ? മറാത്ത എംപയർ ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? മറാത്ത എംപയർ ഫൗണ്ട് ചെയ്യുന്നത് ഛത്രപതി ശിവജി മഹാരാജ്. ഛത്രപതി ശിവജി മഹാരാജ്. ആരാണ് മറാത്ത എംപയർ ഫൗണ്ട് ചെയ്യുന്നത്? ആരാണ്? ഛത്രപതി ശിവജി മഹാരാജാണ്. മഹാരാജ് സെൽഫായിട്ട് പ്രൊക്ലെയിം ചെയ്ത ഒരു ടൈറ്റിലാണ് എന്ത്? ഛത്രപതി. ഓക്കെ, സെൽഫായിട്ട് പ്രൊക്ലെയിം ചെയ്ത ടൈറ്റിലാണ് എന്ത്? ഛത്രപതി. ഓക്കെ, ആൻഡ് ഹി വാസ് ക്രൗണ്ട്. പുള്ളിക്കാരൻ്റെ ക്രൗണിങ് നടന്നത് എവിടെ വെച്ചാണ്? റെയ്ഗഡ് ഫോർട്ട്. ഓക്കെ, റെയ്ഗഡ് ഫോർട്ട് എവിടെ വെച്ചാണ്? റെയ്ഗഡ് ഫോർട്ട് ഇൻ 1674. ഏത് ഇയറിലാണ്? 1674 റെയ്ഗഡ് ഫോർട്ടിലാണ് ഛത്രപതി ശിവജി മഹാരാജന്റെ ക്രൗണിങ് നടക്കുന്നത്. ഓക്കെ, എവിടെ വെച്ചാണ്? റെയ്ഗഡ് ഫോർട്ട് ഇൻ 1674. ഓക്കെ, ഈ ഛത്രപതി ശിവജി മഹാരാജിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയാണ് എന്ത്? അഷ്ടപ്രധാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഷ്ടപ്രധാൻ ആരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്? ഛത്രപതി ശിവജി മഹാരാജിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത്. അതിൽ എത്ര മിനിസ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്? 8 പേര്. ഓക്കെ, എത്ര മിനിസ്റ്റേഴ്സ് ആണ് ആ കൗൺസിലിൽ ഉണ്ടായിരുന്നത്? 8 മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പ്ലാന്റ് ഹോർമോൺ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സിന്റെ റൈപ്പണിങ്ങിന് പ്രൈമറിലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് പ്ലാന്റ് ഹോർമോൺ ആണ്? എത്തിലിൻ ആണ്. ഓക്കെ, എത്തിലിൻ ആണ് എന്ത്? ഫ്രൂട്ട്സിന്റെ റൈപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഏതാണ്?
എത്തിലിൻ പ്ലാന്റ് ഹോർമോൺ ആണ്. എത്തിലിൻ, ഓക്കെ, എത്തിലിൻ ആണ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് എത്തിലിൻ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് ആയിട്ടുള്ള, ഓക്കെ, ഗേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. എത്തിലിൻ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ആണ്. ആൻഡ് അത് ഫ്രൂട്ട് റൈപ്പനിങ്ങും അതുപോലെ തന്നെ ലീഫിന്റെ ഫോളും, ഓക്കെ, ഇല പൊഴിച്ചിലും അതുപോലെ ഫ്രൂട്ടിന്റെ റൈപ്പനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? എത്തിലിൻ എന്ന് പറയുന്ന ഗേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി ഹിന്ദു കലണ്ടർ, ഇൻ വിച്ച് മന്ത് ഇസ് ഗംഗ ദുസറ സെലിബ്രേറ്റഡ്? ദുസറ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ് അക്കോർഡിംഗ് ടു ഹിന്ദു കലണ്ടർ? ജ്യേഷ്ഠ മന്ത്. ഏത് മന്തിലാണ്? ജ്യേഷ്ഠ മന്ത്. ജ്യേഷ്ഠ മന്തിലെ ദശമി ഡേ, അതായത് 10th ഡേ ഓഫ് ജ്യേഷ്ഠ മന്ത്. ജ്യേഷ്ഠ മന്തിലെ ദശമി ഡേയിലാണ് ഏത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗംഗ ദുസറ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗംഗ ദുസറ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജ്യേഷ്ഠ മന്തിലാണ്. അത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിൽ നോക്കുമ്പോൾ അത് ഏത് മന്തിലായിട്ട് വരും? മെയ് ജൂൺ. ഗ്രിഗോറിയൻ കലണ്ടറിലോട്ട് നോക്കുമ്പോൾ മെയ് ജൂൺ മാസങ്ങളിലാണ് എന്തെന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ ബേസിക് കമ്പോസിഷൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്? കർണാട്ടിക് മ്യൂസിക്കിന്റെ ഏറ്റവും സിംപ്ലസ്റ്റും അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോസിഷൻ ഏതാണ്? കർണാട്ടിക് മ്യൂസിക്കിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കമ്പോസിഷൻ ഏതാണ്? ഇറ്റ്സ് ഗീതം. ഓക്കെ, ഗീതമാണ്. ആൻഡ് ഗീതയുടെ ക്രിയേറ്റർ ആരാണ്? ഇറ്റ്സ് പുരന്ദരദാസ. ആരാണ്? പുരന്ദരദാസ. പുരന്ദരദാസയാണ് ഗീതയുടെ ക്രിയേറ്റർ ആയിട്ട് വരുന്നത്. ആരാണ്? പുരന്ദരദാസ. ഓക്കെ, അപ്പോൾ അതാണ് കർണാട്ടിക് മ്യൂസിക്കിലെ ഏറ്റവും ബേസിക് ആൻഡ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കമ്പോസിഷൻ ഏതാണ്? ഗീതമാണ്. ഓക്കെ, ആൻഡ് പുരന്ദരദാസ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക്. ഓക്കെ, ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്നറിയപ്പെടുന്നത് ആരാണ്? പുരന്ദരദാസ. പുരന്ദരദാസയാണ് ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഹി കമ്പോസ് ദ ഗീതം. ഓക്കെ, ഏറ്റവും ബേസിക് കമ്പോസിഷൻ ആയിട്ടുള്ള ഗീതം ക്രിയേറ്റ് ചെയ്യുന്നത് പുരന്ദരദാസയാണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓതർ ഓഫ് ദി ബുക്ക് ഹിന്ദ് സ്വരാജ്. നമുക്കറിയാം ഹിന്ദ് സ്വരാജ് ആരുടെ ബുക്കാണ്? മഹാത്മാഗാന്ധിയുടെ. ആരുടെ ബുക്കാണ് ഹിന്ദ് സ്വരാജ്? മഹാത്മാഗാന്ധിയുടെയാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1909. ഏത് ഇയറിലാണ് ഹിന്ദ് സ്വരാജ് എഴുതപ്പെടുന്നത്? 1909ലാണ്. അത് ഏത് ലാംഗ്വേജിലാണ്? ഗുജറാത്തി ലാംഗ്വേജിൽ. ഓക്കെ, അപ്പോൾ ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധിയുടേത് 1909 ഏത് ലാംഗ്വേജിലാണ്? ഗുജറാത്തി ലാംഗ്വേജിലാണ്. ഓക്കെ, ആൻഡ് ഈ ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഇന്ത്യൻ ഹോം റൂൾ. ഓക്കെ, എന്താണ് ഇന്ത്യൻ ഹോം റൂൾ എന്നുകൂടി അറിയപ്പെടുന്ന ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഇന്ത്യൻ ഹോം റൂൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് നോട്ടബിൾ വർക്ക്സ് കൂടി നോക്കാം. ഓട്ടോബയോഗ്രഫി ഏതാണ്? ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ഏതാണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അത് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ദെൻ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക. സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക. കീ ടു ഹെൽത്ത്. ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ അതർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓട്ടോബയോഗ്രഫി ശ്രദ്ധിക്കുക. ഏതാണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 110. ഓക്കെ, ആർട്ടിക്കിൾ 110 ഏതാ പറയുന്നത്? മണി ബില്ലാണ്. ഓക്കെ, മണി ബില്ലിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 110. മണി ബിൽ ഇസ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 110. ഓക്കെ, ആൻഡ് ആരാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ലോക്സഭയുടെ സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. ആൻഡ് എവിടെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ലോക്സഭയിൽ മാത്രമാണ്. ഓക്കെ, രാജ്യസഭയിൽ മണി ബില്ലില്ല, ലോക്സഭയിൽ മാത്രമാണ് നമ്മൾ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 112. ആർട്ടിക്കിൾ 112ലാണ് ബഡ്ജറ്റ് വരുന്നത്. ബഡ്ജറ്റ് എന്താണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് ബഡ്ജറ്റ് ആണ്. ആൻഡ് ബഡ്ജറ്റ് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 112. അപ്പോൾ ആർട്ടിക്കിൾ 110 ഏതാണ് വരുന്നത്? മണി ബില്ലാണ് വരുന്നത്. ആർട്ടിക്കിൾ 112 ഏതാണ് വരുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് AKA ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നത്? ബഡ്ജറ്റും പ്രസന്റ് ചെയ്യുന്നത് ലോക്സഭയിൽ തന്നെയാണ്. ഓക്കെ, ബഡ്ജറ്റ് എവിടെയാണ്? ബഡ്ജറ്റും ലോക്സഭയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 123 ആണ്. ആർട്ടിക്കിൾ 123 എന്താണ്? ഓർഡിനൻസ് ആണ്. ഓക്കെ, ഓർഡിനൻസ് ആണ്. നമുക്ക് ഓർക്കാം എന്താണ്? ഓർഡർ 123 ഒരു ഓർഡറിലല്ലേ പോകുന്നത്. അപ്പോൾ ഓർഡറിൽ പോകുന്ന 123 എന്താണ്? ഓർഡിനൻസ് ആണ്. ഓക്കെ, 123 ആർട്ടിക്കിൾ 123 പറയുന്നത് എന്താണ്? ഓർഡിനൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 ആണ്. ഓക്കെ, 124 നമുക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 124. അപ്പോൾ 123 ഓർഡിനൻസ് വരുന്നുണ്ട്. ഓർഡിനൻസ് കഴിഞ്ഞ ഉടനെ, ഓർഡർ കഴിഞ്ഞ ഉടനെ എന്താണ്? സുപ്രീം കോർട്ട് വരുന്നുണ്ട്. സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 124 ആണ്. ഓക്കെ, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 28 ജാനുവരി ഓഫ് 1950. ഏത് ഇയറിലാണ്? 1950 28th ജാനുവരി ഓഫ് 1950 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഏത് കോർട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് വരുന്നത്? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന ഏതാണ്? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജനുവരി 28th of 1950 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
ആൻഡ് സുപ്രീം കോർട്ട് നമുക്കറിയാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ന്യൂഡൽഹി. സുപ്രീം കോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ന്യൂഡൽഹിയിലാണ് സുപ്രീം കോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എ ഗാർഡിയൻ ഓർ വാച്ച് ഡോഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വാച്ച് ഡോഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്, വാച്ച് ഡോഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്, സുപ്രീം കോർട്ടാണ്. ഇനി നമുക്ക് സുപ്രീം കോർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് കൂടി ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, ജഡ്ജസ്, സുപ്രീം കോർട്ട് ജഡ്ജസ്. എവിടുത്തെ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, പ്രസിഡന്റ് ആണ്. ഓക്കെ, ആരാണ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇറ്റ്സ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ഇയേഴ്സ്. എത്രയാണ്, 65 ഇയേഴ്സ് ആണ് സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു, H.J. കനിയ. ചീഫ് ജസ്റ്റിസിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്, H.J. കനിയ. H.J. കനിയാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. Then the first women judge of Supreme Court. ഫസ്റ്റ് വുമൺ ജഡ്ജ് ആരാണ്, വുമൺ ജഡ്ജ് ആരാണ്, ഇറ്റ്സ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ആരാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആവുന്നത്. ആരാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ B.R. അംബേദ്കർ ഏത് ആർട്ടിക്കിളിനെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിക്കുന്നത് ഏത് ആർട്ടിക്കിളിനെയാണ്, ആർട്ടിക്കിൾ 32 ആണ്. എന്താണ് ആർട്ടിക്കിൾ 32, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 32 എന്താണുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യുകയും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് തേടുകയും ചെയ്യാം. അതാണ് ഏത് ആർട്ടിക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ആർട്ടിക്കിൾ 32-ൽ. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 32-നെ ഡോക്ടർ B.R. അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഏതാണ്, ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, കറണ്ട് സ്ട്രെങ്ത് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് എത്രയാണ്, എത്ര പേരാണ് ഇപ്പോൾ കറന്റ്ലി സുപ്രീം കോർട്ട് ജഡ്ജസ് ഉള്ളത്, 34 ജഡ്ജസ് ആണ്, ഇൻക്ലൂഡിങ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടലി 34 ജഡ്ജസ് ആണ് വരുന്നത്. ആൻഡ് ആരാണ് ഇപ്പോഴത്തെ കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ആരാണ്, ഇറ്റ്സ് സൂര്യകാന്ത്. ആരാണ്, സൂര്യകാന്ത് ആണ് ആര്, കറണ്ട് ചീഫ് ജസ്റ്റിസ്. കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്, സൂര്യകാന്ത് ആണ്. സൂര്യകാന്തിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ടോട്ടൽ എത്രയാണ് ജഡ്ജസ് സുപ്രീം കോർട്ടിലുള്ളത്, ഇറ്റ്സ് 34 ജഡ്ജസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയുടെ തീരുവാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.